ഹായ്, ഫൈസൽ ദി ബ്ലോഗറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ മലപ്പുറം ജില്ലയിലെ എടവണ്ണ കിഴക്കേ ചാത്തല്ലൂരിലുള്ള മൂന്നുകല്ല് മല. അതാണ് കേട്ടോ ഈ ഒരു ആമസോൺ വ്യൂ പോയിന്റിന്റെ ശരിക്കുള്ള യഥാർത്ഥ പേര്. ഈ ഒരു ആമസോൺ വ്യൂ പോയിന്റ് കാണാൻ വന്നതാണ്. എൻ്റെ കൂടെ അൻഷാദ് ഉണ്ട്, ഷഫീഖ് ഉണ്ട്, പിന്നെ നമ്മളെ ഇജാസ്. ഞങ്ങൾ നാലാളും കൂടെയാണ് പോകുന്നത്, കാറിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മളെ എടവണ്ണ, മലപ്പുറം ജില്ലയിലെ എടവണ്ണ ഒതായിൽ കിഴക്കേ ചാത്തല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. മൂന്നുകല്ല് മല എന്നാണ് ഇതിന്റെ ഒരു ഫസ്റ്റത്തെ ഒരു പേര്. പിന്നീട് ഈ ഒരു ഇവിടെ ഒരു ചാലിയാറിന്റെ ഒരു വ്യൂ ഉണ്ട്. അത് നമുക്ക് ഇപ്പോൾ കാണുന്നില്ല, കാരണം ഇവിടെ ഫുള്ള് ഫോഗിയാണ്. ആ ഒരു വ്യൂ വന്നപ്പോഴാണ് ആളുകൾ ഇങ്ങോട്ട് കൂടുതലായിട്ട് ആകർഷിച്ചതും കൂടുതൽ ആളുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ആളുകൾ വന്നാണ് ഇതിന് ആമസോൺ വ്യൂ പോയിന്റ് എന്നുള്ളൊരു പേരിട്ട് കേട്ടോ. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നൊരു വീഡിയോ. നിങ്ങൾ ആദ്യം പോയി കണ്ടുവരി. അപ്പോൾ ഞങ്ങൾ ഇതിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ. കുറച്ച് നല്ല കിടിലൻ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. ഹായ്, അപ്പൊ നമ്മളെ ആമസോൺ വ്യൂ പോയിന്റിലേക്കുള്ള വഴിയിലാണ് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാലേ, നമ്മളെ വണ്ടി ബൈക്ക് എന്നല്ല, സംഭവം ടയറ് മുട്ടയാണ് കുറച്ച്. അപ്പോൾ വണ്ടി സ്കിഡ് ആവാണ്. കൂടുതൽ വണ്ടി മേലേക്ക് ആളുകളെ വെച്ച് കയറ്റാൻ റിസ്ക് ആണ്. അപ്പോൾ വണ്ടി സിംഗിളായിട്ട് പോകും, നമ്മൾ ഇവിടുന്ന് ട്രക്ക് ചെയ്യും. നേരത്തെ കണ്ടില്ലേ സംഭവം, ഈ കുത്തനുള്ള കയറ്റം കയറിയിട്ടേ. ഇതൊരു കുത്തനുള്ള കയറ്റാ. അത്യാവശ്യം വേർത്തു. നമ്മൾ പകുതി പോലെ എത്തിയിട്ടില്ല. കാറിന് പുറത്ത് മാക്സിമം ബൈക്കിന് പോന്നു കഴിഞ്ഞാൽ കുറേ മാറ്റം വരും. അപ്പോൾ കാറായിട്ട് വന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. വഴികൾ ഈ വഴിയൊന്നും പ്രശ്നമൊന്നുമില്ല, വണ്ടിയൊക്കെ കയറും. നമ്മളെ വണ്ടിയുടെ ടയറിന് ഗ്രിപ്പ് കുറവായതുകൊണ്ട് സ്കിഡാവാൻ ചാൻസ് കൂടുതലായതുകൊണ്ട് നമ്മൾ ഇറങ്ങിയതാണ്. കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിതപ്പും കാര്യങ്ങളൊക്കെ പോവും, സുഖമായിട്ട് കയറി പോവാം. ഇവിടെ ഒന്നും പ്രശ്നമില്ല. ഇനി വണ്ടി നിർത്തുന്നൊരു സ്പോട്ട് ഉണ്ട്, അവിടെ നിന്ന് അങ്ങോട്ടാണ് ശരിക്കുള്ള ട്രക്കിങ്. ബൈക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം കേട്ടോ. കുറേയൊക്കെ ബൈക്ക് കയറി പോവും. നേരെ പോവാം, നമുക്ക് എന്തായാലും പോയല്ലേ പറ്റുള്ളൂ. കയറി അങ്ങനെ നമ്മൾ ഏകദേശം വണ്ടി നിർത്തുന്ന സ്പോട്ടിലെത്തിട്ടോ. ഇവിടെ കണ്ടോ, ഈ ഒരു സ്ഥലത്താണ് നോർമലി വീഡിയോസൊക്കെ കണ്ടപ്പോൾ ബൈക്ക് അതേപോലെ തന്നെ കാറുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളെന്തായാലും എത്താനായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നിന്നാണ് ശരിക്കും ട്രക്കിങ് തുടങ്ങുക. അപ്പോൾ ഈ ഒരു വഴി കണ്ടോ, ഇതിങ്ങനെയാണ് നമ്മൾ കയറി വന്നത് കേട്ടോ. ഇനി നമുക്ക് പോകേണ്ടത് നേരെ ഇങ്ങോട്ടാണ് കേട്ടോ. ഈ ഒരു വഴി ഇതാ, ഈ ചെക്കന്മാർ കയറി പോകണം. ഈ ഒരു വഴിക്കാണ് പോകേണ്ടത്. നമ്മളിത് നേരെ പോന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് കാറൊക്കെ മാക്സിമം എത്തുന്ന വഴി കേട്ടോ. നമ്മൾ താഴത്തുനിന്ന് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ കാറൊക്കെ ഇതുവരെ വരും നല്ല വണ്ടിയാണെന്നുണ്ടെങ്കിൽ. ഇവിടെ നിന്ന് അങ്ങോട്ട് വഴി കാണുന്നുണ്ട്. ഇതിന് കയറി പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. എൻ്റെ ബാക്കിൽ കണ്ടോ ചെക്കന്മാർ നടന്നു പോകണം. ഇതാണ് വഴി കേട്ടോ. അപ്പോൾ ഈ റോഡ് നേരെ കയറി വന്നാൽ വണ്ടിയോടെ പാർക്കാക്കിയിട്ട് ഈ റോഡിന് നേരെ കയറി പോകാം. ബൈക്കായിട്ടാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓഫ് റോഡ് നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. ഈ വഴി ഇങ്ങനെ ഇത് കണ്ടാരാ, അത്യാവശ്യം നല്ല ഓഫ് റോഡാണ് കേട്ടോ. ഓഫ് റോഡ് ബൈക്ക് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജീപ്പ് 4x4 ജീപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു കിഡ്ലൻ ഓഫ് റോഡ് എക്സ്പീരിയൻസ് തന്നെ കാരണം നമ്മളെന്തായാലും കാറിലായതുകൊണ്ട് നമുക്ക് പോകാൻ നിവൃത്തിയില്ല. ഇപ്പോൾ ഓഫ് റോഡർ ബൈക്ക് ഇല്ലെങ്കിലും ചില ബൈക്കുകളൊക്കെ കയറി വരുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ചിലത് ഇവിടെ ഇങ്ങനെ സ്കിഡായിട്ടേ 1-2-3 ബൈക്കുകൾ താഴെ നിർത്തിയിട്ടായിട്ട് കണ്ടു. നമുക്കെന്തായാലും ട്രക്ക് ചെയ്ത് തന്നെ കാരണം കയറി നോക്കാം മുകൾക്ക്. അതുകൊണ്ട് വഴി കാണാനുണ്ട്, അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു വഴി തന്നെ തോന്നുന്നു. പക്ഷെ നമുക്ക് പോകേണ്ടത് അങ്ങോട്ടാണ് കേട്ടോ. അവിടെ ഒരു ബോർഡ് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. ഇതൊരു കാടിനുള്ളിൽ കൂടിയാണ്. നമുക്ക് എന്തായാലും വരുന്ന സമയത്ത് സമയം ഉണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ പോയി നോക്കാം. ഇപ്പം നമുക്ക് പോകേണ്ട വഴി നേരെയാണ് കേട്ടോ. നമുക്ക് നേരെ പോയി നോക്കാം. ഇവിടെ ഒരു കൂൾ ബാർ ആൻഡ് ടീ ഷോപ്പ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പോയി നോക്കട്ടെ. എൻ്റെ ബാക്കിലുള്ള കാഴ്ച ഉണ്ടോ, അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ബൈക്കുകളൊക്കെ വരുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്, ഒരു കാടിനുള്ളിലൂടെ യാത്രയാണ്. അങ്ങനെ നമ്മൾ കൂടുതൽ വീഡിയോകളിലും കണ്ടിട്ടുണ്ട് ബൈക്കുകൾ ലാസ്റ്റ് വന്നിട്ട് ഹാൾട്ടാക്കുന്നൊരു സ്ഥലം. ഇവിടെ ഒരു ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു സമയത്തൊന്നും ഓപ്പൺ അല്ല കേട്ടോ. ഇതുവരെയാണ് ബൈക്ക് വരുള്ളൂ. ഇനി ഇവിടുന്ന് മേലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രക്ക് ചെയ്ത് കയറി തന്നെ വേണം. അവിടെയാണ് തോന്നുന്നു കേട്ടോ പറഞ്ഞ ഹോട്ടൽ. നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് എന്നിട്ട് നമ്മളെ അൻഷാദ് അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. നമുക്ക് പോയോ കേട്ടോ.
അങ്ങനെ നമ്മളെ ഫസ്റ്റ് വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി വ്യൂ. നമ്മുടെ ഈ ബൈക്കുകൾ നിർത്തിയിടുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടുന്ന് ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് അവിടെ ഉണ്ട്. സംഭവം നമ്മളെ ചാലിയാർപ്പുഴ ഉണ്ടല്ലോ, ഇവിടുന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതാണ് നമ്മളെ ചാലിയാർ റിവർ കേട്ടോ. ഇതിന്റെ വ്യൂ ആണ് നമുക്ക് ഏറ്റവും ടോപ്പ് എന്ന് കിട്ടുക. അപ്പോൾ ഇവിടുന്ന് ചാലിയാർ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് എന്താ പറയാ, കോട വന്നതാണ്. ഇപ്പൊ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതെ, അത്യാവശ്യം തെളിഞ്ഞു വരുന്നുണ്ട്. സൂം ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു പുഴന്റെ വ്യൂ കിട്ടും. നമുക്ക് എന്തായാലും കുറച്ചു നേരം വെയിറ്റ് നോക്കാം, ഫോഗ് പോവാനില്ല എന്നുള്ളത്. അല്ലെങ്കിൽ നമുക്ക് മുകളിൽ പോയിട്ട് ഇതിനൊരു അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ എത്ര പെട്ടെന്നാണ് ക്ലൈമറ്റ് ചേഞ്ച് ആയതെന്ന് അറിയോ? പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ടോ. എന്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാം, നമ്മൾ ആ ഹൈപ്പർ ലാപ്സിൽ കണ്ടില്ലേ, ഈ ഒരു ചാലിയാറിന്റെ ഇവിടെയാണ് ചാലിയാർപ്പുഴ. നിങ്ങൾക്ക് ഏകദേശം കാണാൻ പറ്റുന്നുണ്ടാവും, ഈ ഒരു ഏരിയയിലാണ്. അത് അത്യാവശ്യം നല്ല തെളിഞ്ഞു വന്നിരുന്നു കേട്ടോ. അപ്പൊ നോക്ക് എന്തോരം കോട മൂടി എന്നുള്ളത്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെ കോട വരുന്നുണ്ട് കേട്ടോ. ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആവുന്നുണ്ട്. കോട പോകുന്നുണ്ട്, അതേ സമയത്ത് തന്നെ അതിങ്ങനെ പോയി വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്കൊക്കെ അത്യാവശ്യം കോട കയറി വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി ഇതിന്റെ മുകൾ ഭാഗത്താണ് നല്ല വ്യൂ എന്ന് പറഞ്ഞത്. നല്ലൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതാണ് നമ്മൾ കയറി പോണ വഴി. ഒരു കാടിനുള്ളിലൂടെ ഇങ്ങനെ പോയിട്ട് ചില സമയത്ത് ഇരുട്ട് മൂടും, കോട വരുന്നതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ താഴ്ന്ന വ്യൂ ഉണ്ടില്ലേ, ആ വ്യൂ അല്ലാണ്ട് മുകളിൽ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. ട്രക്കിങ് കുറച്ച് വലിയ ടഫൊന്നുമില്ല. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ നമ്മളിത് ഏകദേശം മുകളിലെത്താനായിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഫോറസ്റ്റിൻ്റെ ഒരു സർവേയർ കല്ല തോന്നുന്നുണ്ട്. 2017-18 സ്ഥാപിച്ചതാണ്. സംഭവം കുഴങ്ങിട്ടോ. നമ്മൾ വിചാരിച്ചത് ശരിക്ക് താഴത്തുനിന്ന് കയറിയപ്പോൾ അതാണ് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ട്രക്കിംഗ് ആണെന്ന് വിചാരിച്ച്. പക്ഷേ നമ്മൾ താഴത്തുനിന്നൊരു വ്യൂ പോയിന്റ് ഞാൻ കാണിച്ചിരുന്നില്ലേ, ആ കൂൾബാറിൻ്റെ ആ സ്ഥലത്ത് നിന്ന്, ആ ഹോട്ടലിൻ്റെ സ്ഥലത്ത് നിന്ന് ബൈക്കൊക്കെ നിർത്തിയിടണേ ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ പിന്നീട് ഏറ്റവും മുകളിലത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് കയറുന്ന സമയമുണ്ടല്ലോ, ആ കയറുന്ന ആ ട്രക്കിംഗ് ആണ് ഇതിൽ നിലവിൽ ഇതുവരെ കയറിയിൽ ഏറ്റവും റിസ്കി ആയിട്ട് തോന്നിയൊരു സംഭവം കേട്ടോ. കാരണം എന്താ വെച്ചാൽ, ഒന്നാമത് ഇതൊരു ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം, ഇത് നേരെ കുത്തനൊരു കയറ്റാണ്. അതിൽ തന്നെ കുറേ കല്ലും മുട്ടിയും പാറയും ഒക്കെ ഉണ്ട്. പിന്നെ മഴ ആയതുകൊണ്ട്, മൺസൂൺ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല സ്കിഡിയാണ്. ഇതുപോലത്തെ ഒരു വടി കയ്യിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും സ്കിഡായിട്ട് വീഴാൻ ചാൻസ് കൂടുതലാണ്, വളരെ കൂടുതലാണ്. ഭയങ്കര റിസ്ക്കിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയണത് ആമസോൺ വ്യൂ പോയിന്റ് കാണാൻ പോകുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മളെ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2-3 ആളുകൾ മരിച്ചിട്ടുണ്ട്. അത് ഇവിടെ അല്ല കേട്ടോ, നമ്മൾ വ്യൂ പോയിന്റ് കാണാൻ പോകുമ്പോൾ അവിടെ കാണിച്ചു തരാം. അവിടെ ഒരു തടയണ അല്ലെങ്കിൽ അവിടെ ഒരു അപ്പുറത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വേലി ഒന്നുമില്ല.
ഇത് ടൂറിസം വകുപ്പ് അത്ര ഒരു സെറ്റപ്പ് ആക്കി കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ അവരിത് ഏറ്റെടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിലാക്കിയിട്ട് ടൂറിസം വളർത്തുന്ന ഒരു പരിപാടി ഇതുവരെ ചെയ്തിട്ടില്ല. അത് ചെയ്യുകയാണെങ്കിൽ ആ വേലേക്ക് കെട്ടിയിട്ട് ഒന്നുകൂടെ സേഫ്റ്റി ആയിട്ട് നല്ലൊരു ഓഫ് റോഡൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ ആളുകൾ ഇങ്ങോട്ട് കയറി വരും കേട്ടോ. എന്നാൽ നമ്മളിപ്പോൾ വന്നപ്പോൾ നമ്മൾ നേരത്തെ രാവിലെയാണ് വന്നിട്ടുള്ളത്. വന്ന സമയത്തിന് അത്യാവശ്യം ആൾക്കാർ കയറുന്നുണ്ട്, ഇവിടുന്ന് ഇറങ്ങുന്നുണ്ട്. താഴെ ജീപ്പ് സഫാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പ്രൈവറ്റ് ആണ്, അത്യാവശ്യം നല്ല പൈസ ഉണ്ടാവും തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് ഒന്ന് സെറ്റായിട്ട് കിതപ്പൊക്കെ ഒന്ന് മാറിയിട്ട് മുകൾക്ക് പോവാം. മുകളിലത്തെ കാഴ്ചകൾ നമുക്ക് അവിടെ തിരി കാണാം. ഉണ്ടോ, ഫുള്ള് കല്ലും മുട്ടിയാണ്. ഇവിടെ പിന്നെയും കുഴപ്പമില്ല കേട്ടോ, ഇവിടെ വഴുക്കണില്ല. ചില സ്ഥലത്തൊക്കെ നല്ല വഴുക്കലുണ്ട്. ആളുകളുടെ ശബ്ദമൊക്കെ കേട്ടു തുടങ്ങി. ഏകദേശം നമ്മളെ പോയിന്റിലോട്ട് എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. കഴിഞ്ഞോ? ശരി. എങ്ങനെ നമ്മളെ ടാർജറ്റ് പോയിന്റിലോട്ട് എത്തിട്ടോ. വ്യൂ പോയിന്റിൽ എത്തി എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വാവ്, ഒന്നും കാണാൻ പറ്റുന്നില്ല ഗൈസ്. നല്ല കോടയാണ് കേട്ടോ, നല്ല കോട നിറഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മളെ വ്യൂ ഒന്നും കാണാൻ പറ്റുന്നില്ല. ചാലിയാറിന്റെ ഒരു അടയാളം പോലും നമുക്ക് കാണാൻ പറ്റുന്നില്ല. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഒരു വഴി ഉണ്ടല്ലോ, ഇതിങ്ങനെ കയറി പോയിട്ട് മുകൾക്ക് ഈ ഒരു പാറന്റെ മുകളിലായിട്ടാണ് ശരിക്കും ഇതിന്റെ മെയിൻ പോയിന്റ് വരുന്നത് കേട്ടോ. ഇവിടുന്ന് കാണുന്നതിലേറെ അടിപൊളിയായിട്ട് വ്യൂ നമുക്ക് അവിടുന്ന് ഒന്നും കൂടെ സെറ്റായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ മുകളിലത്തെ വ്യൂ പോയിന്റ് കാണാനുള്ള പോക്കിലാണ് കേട്ടോ. കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു ട്രെക്കിംഗ് തന്നെയാണ്, എന്നാലും കുഴപ്പമില്ല. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായിട്ട് തന്നെ വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കിടിലൻ ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. ഫൈനൽ ഡെസ്റ്റിനേഷൻ മുകളിലാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് ഈ താഴെ കണ്ട വ്യൂ പോയിന്റ് ആണ് ഫൈനൽ എന്നാണ്, പക്ഷെ അതല്ല. നമ്മളിപ്പോൾ ഏകദേശം ഒരു മൂന്നാമത്തെ നാലാമത്തെ വ്യൂ പോയിന്റ് ആയിട്ട് കാണാൻ പോകുന്നത്. മുകളിലത്തെ ഒന്നുകൂടെ ബെറ്റർ ആണെന്ന് ഇറങ്ങുന്ന ചെക്കന്മാരൊക്കെ പറഞ്ഞത്. കയറി നോക്കാം എന്തായാലും. ഇത് കണ്ടോ, ഇവിടെ ഒരു ആർച്ച് പോലുള്ളൊരു സെറ്റപ്പ്, നമ്മളെ വെൽക്കം ചെയ്യുന്ന പോലെ ആർച്ച് പോലുള്ളൊരു സെറ്റപ്പ്. ഒരു മരമൊക്കെ താഴെ വീണ് കിടക്കുന്നുണ്ട്. ഇവിടെ ഇത്ര വലിയൊരു കാടായിട്ടും ഒരു കുരങ്ങനെ പോലും നമ്മൾ കണ്ടില്ല കേട്ടോ. ഒച്ച കുരങ്ങ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ ഇതുവരെ കണ്ടില്ല.
കാട്ടുപന്നി പോലത്തെ ഐറ്റംസിനൊന്നും കണ്ടില്ല. ഇനി ഈ സമയത്ത് ഇല്ലാത്തതാണോ അതോ ഇവിടെ തീരെ ഇല്ലേ എന്നുള്ളൂ അറിഞ്ഞൂടാ. മൃഗങ്ങളെ കാര്യങ്ങളൊന്നും നമുക്കിതുവരെ ഒന്നിനെ പോലും കാണാൻ കിട്ടിയിട്ടില്ല. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടോ. ഇത് തന്നെയാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ചും കൂടെ അങ്ങോട്ടൊക്കെ വഴി ആൾക്കാർ പോയതായിട്ട് കാണുന്നുണ്ട്. ശരിക്കും ഇവിടെ നിന്നാണ് ഇതിന്റെ കറക്റ്റ് ഒരു വ്യൂ നമുക്ക് കിട്ടുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇതാണ് ഇപ്പൊ നിലവിൽ ഒരു കറക്റ്റ് ആയിട്ടൊരു വ്യൂ കിട്ടുന്നത്. അപ്പോൾ ഇതായിരിക്കും ഏറ്റവും ടോപ്പിലുള്ള സ്ഥലം എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഫോഗൊക്കെ പോയി അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ വെതർ അൺപ്രഡിക്റ്റബിൾ ആണ്. എപ്പോഴും ഈ ഒരു ചേഞ്ച് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ എപ്പോഴാണ് ഫോഗ് വരാന്നറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ആമസോൺ വ്യൂ പോയിന്റിന്റെ വിശേഷങ്ങൾ. ശരിക്കും ആമസോൺ വ്യൂ പോയിന്റ് എന്നുള്ള പേര് പിന്നീട് വന്നതാണ്. ആളുകൾ കൂടുതലായിട്ട് ഇങ്ങോട്ട് വരാൻ തുടങ്ങി. വന്നതിന് ശേഷം ഇവിടുത്തെ ആൾക്കാർ തന്നെയാണ് ശരിക്കും ഒരു ആമസോൺ വ്യൂ പോയിന്റ് എന്നുള്ളൊരു പേരിട്ട് കേട്ടോ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരാനുള്ള പ്രധാന ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചാലിയാർപ്പുഴ ഉണ്ടല്ലോ, ചാലിയാർപ്പുഴ ഒരു റാ ഷേപ്പിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അത് നമ്മളെ ആമസോൺ മഴക്കാടുകൾ ഉണ്ടല്ലോ, നമ്മളെ ബ്രസീലിലുള്ള ആമസോൺ കാടുകൾ, അതിന്റെ ഏറ്റവും ടോപ്പിലുള്ള വ്യൂ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവിടെ ഈ ആമസോൺ റിവർ പോകുന്നതൊക്കെ ഈ ഒരു റാ ഷേപ്പിലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ടുള്ള ടോപ്പിലുള്ള വ്യൂസ് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലത്തെ ഒരു വ്യൂ അവിടെ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് ഇതിനൊരു ആമസോൺ വ്യൂ പോയിന്റ് എന്നുള്ളൊരു പേര് വരാൻ കാരണം കേട്ടോ. ഇതിന്റെ ശരിക്കുള്ള പേര് മൂന്ന് കല്ല് മല എന്നാണ്. അത് പിന്നീടാണ് ആമസോൺ വ്യൂ പോയിന്റ് ആയിട്ട് മാറിയത്. ഇതിന്റെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് നമ്മളെ ചാലിയാർപ്പുഴ തന്നെയാണ് കേട്ടോ. ചാലിയാർപ്പുഴനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വെസ്റ്റേൺ ഗാർഡ്സ് എന്നാണ് ചാലിയാർപ്പുഴന്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഊട്ടിയിലെ നീലഗിരി ജില്ലയിൽ നിന്ന്, നീലഗിരി ജില്ലയിലെ നീലഗിരി മൗണ്ടെയിൻ, അവിടെ നിന്നാണ് ഈ ചാലിയാർപ്പുഴന്റെ സ്റ്റാർട്ടിങ്. ഇത് കൂടുതലായിട്ടും ഒഴുകുന്നത് നമ്മളെ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. മലപ്പുറം, കോഴിക്കോട് ഈ ഒരു ജില്ലകളിലാണ് വരിക. മലപ്പുറം ജില്ലയിലാണ് കൂടുതലായിട്ട് ഒഴുകുന്നത്. ഇതിലൂടെയൊക്കെ ഇങ്ങനെ ഒഴുകി 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 പോയിട്ട് അവസാനം ഇത് അവസാനിക്കുന്നത് എവിടെയാണ്? നമ്മളെ അറബിക്കടലിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മളെ ആമസോൺ വ്യൂ പോയിന്റിന്റെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇവിടെ വന്നപ്പോൾ ഇവിടെ കയറി ഇവിടെ എത്തിയതിനു ശേഷം നമുക്ക് ഈ ഒരു അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ കിട്ടി. അവിടുന്ന് കയറിൻ്റെ ആ സ്ട്രഗിളൊക്കെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ മറന്നു. കുറച്ചൊക്കെ കുറച്ചധികം വേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഷർട്ടൊക്കെ കഴിച്ചിട്ട്. എന്തായാലും ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ തിരിച്ചിറങ്ങാണ്. അപ്പം അതിൻ്റെ വീഡിയോ എന്തായാലും ഇടുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളി. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളൊക്കെ രേഖപ്പെടുത്താണെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.